ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വണ്ടി കാണണ്ടേ. എല്ലാവർക്കും ശിവടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടോയ് കാർ റിവ്യൂലായിട്ടാണ്. അപ്പം നേരെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ആരെങ്കിലും ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടണം. അപ്പം ഒന്നും നിങ്ങളെ വെച്ച് മടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇനി നമ്മൾ നേരെ വണ്ടിയുടെ ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വണ്ടിയുടെ ബോണറ്റ് ഭാഗമാണ് നോക്കുന്നത്. ബോണറ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫൈബർ ഗ്ലാസ് പോലത്തെ സാധനവും പിന്നെ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ഒരു നല്ലൊരു ഡിസൈനോടെ നിർമ്മിച്ച മോഡലാണ് ഈ കാർ വന്നിരിക്കുന്നത്. കാറിൻ്റെ താഴത്തേക്ക് നോക്കുവാണെങ്കിൽ 2 ഹെഡ് ലാമ്പ് ഉണ്ട്. ഇവിടെ 2 ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഒരു മുൻഭാഗത്തെ ബോഡി ആയിട്ട് വരുന്നത്, പിന്നെ അതിൻ്റെ ഒരു പ്രൊട്ടക്ടറായിട്ട് വരുന്ന ഇതാണ്. എവിടെയെങ്കിലും പോയി ഇടിച്ചാലും വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തിന് ഒത്തിരി ഇത് വരാത്ത രീതിയിലുള്ള ഒരു നല്ലൊരു ഡിസൈനോടെയാണ് ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത്. പിന്നെ വരുന്നത് നേരെ ഈ വണ്ടിയുടെ സൈഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നല്ലൊരു ഹൈ ക്വാളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ടയറ്. സൈഡെല്ലാം നല്ല ഫിനിഷോടെയാണ് ഈ സൈഡൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ മൊത്തം നല്ല നല്ല ഡിസൈനുകൾ അവർ പ്ലാസ്റ്റിക്കിൽ തന്നെ 3D പ്രിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്ന കുറേ ഡിസൈനുകൾ. പിന്നെ ഈ സൈഡ് വരുവാണെങ്കിൽ ഇത് 2 സൈഡിലെയും ഡോറായിട്ട് ഓപ്പൺ ഡോറാണ്, ഡബിൾ ഡോറ് ഓപ്പൺ ആണ്. പിന്നെ ഈ സൈഡിൽ വരുമ്പോൾ ഇവിടെ നല്ല ഒരു ടയറാണ്. ഇതാണ് മോട്ടറിൽ നേരിട്ട് വരുന്ന ബാക്ക് ടയറ്. പിന്നെ പുറകിലേക്ക് വരുമ്പം ഇവിടെ ഒരു ടയറുണ്ട്. ബാക്കിലൊരു പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. എവിടെയെങ്കിലും വലിഞ്ഞ് ഇടിച്ചാലെങ്കിലും എന്തെങ്കിലും പറ്റാതെ നിന്നിരിക്കാൻ. പിന്നെ വണ്ടി എവിടെയെങ്കിലും പൊക്കി മാറ്റാനായിട്ട് ഈ ഹുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയോടെ നിർമ്മിച്ച ഹുക്കാണിത്. പിന്നെ 2 റിഫ്ലക്ടർ താഴെ വെച്ചിട്ടുണ്ട്. ഇതൊരു ബാക്ക് ലൈറ്റാണ്. ഇത് നമുക്ക് വണ്ടി ഓൺ ചെയ്യാൻ നേരത്തെ ഇതിൻ്റെ റിവ്യൂ എടുക്കാം. പിന്നെ വരുന്നത് ഈ സൈഡിലെ ടയർ. ഈ ടയറും അത് തന്നെ, ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ. പിന്നെ 2 ഒരു ഗ്ലാസ് വന്നിട്ടുണ്ട്. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് അല്ല, മറ്റേ അലുമിനിയം ഫോയിലൊക്കെ പോലത്തെ ഒരു അലോയ് വെച്ചുണ്ടാക്കുന്ന ഒരു സൈസ് പേപ്പർ കൊണ്ട് നിർമ്മിക്കുന്ന ഒരു ഗ്ലാസ്സാണ് വന്നിരിക്കുന്നത് ഈ വണ്ടിക്ക്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ വണ്ടിയുടെ ഒരു അടിഭാഗമാണ്. ഈ അടിഭാഗം എന്ന് പറയുമ്പോൾ നോക്കിയാൽ തന്നെ കാണാം, വണ്ടിയുടെ മൊത്തം മോട്ടറിൻ്റെ വയറും നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ എല്ലാ സെറ്റപ്പും ഇവിടെയാണ് വരുന്നത്. ഇത് നമ്മുടെ സ്റ്റിയറിംഗ് വൈസുള്ള ടയേഴ്സ്, ഫ്രണ്ട് ടയറാണ്. നമുക്ക് സ്റ്റിയറിംഗ് ആയിട്ട് തിരിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ ഒരു സ്പ്രിങ്ങും വെച്ചിട്ടുണ്ട്. ഒത്തിരി നമ്മളിട്ട് കുലുക്കാതിരിക്കാൻ വേണ്ടിയാണ് സ്പ്രിങ് ഉപയോഗിക്കുന്നത്. നല്ല രീതി ഇതുള്ളതാണ്. ഇത് ലൈറ്റിൻ്റെ ഒക്കെയാണ് വയർ പോയേക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ആക്സിലേറ്ററിൽ നിന്നും മോട്ടറിലേക്ക് പോകുന്ന മെയിൻ വയറും അവിടുന്ന് ബാറ്ററിയിൽ നിന്നും പോകുന്ന മെയിൻ വയറാണ് ഈ പോയിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് 2 ബാറ്ററിയാണ് ഇതിന് ഓടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊരു മോട്ടർ ഇരിപ്പുണ്ട്. ആ മോട്ടർ എന്ന് പറയുന്നത്, ബാറ്ററി എന്ന് പറയുന്നത് ഏകദേശം ഇത് കൃത്യമായിട്ട് അവർ എഴുതിയിട്ടില്ല എങ്കിലും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡബിൾ ബാറ്ററിയാണ്. 2 ബാറ്ററിയാണ് ഈ ഒരു മോട്ടറിന് വേണ്ടി ഇതിനു വേണ്ടി നൽകിയിരിക്കുന്നത്. പിന്നെയെന്ന് പറയുന്നത് ഇതിൻ്റെ മൊത്തം വെയിറ്റ് വരുന്നത് 15.8 കിലോയും. പക്ഷേ ഇത് വരുന്നപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പാർട്സ് എല്ലാം കൂടെ വരുവാണെങ്കിൽ 18 കിലോയാണ് ഇതിൻ്റെ വെയിറ്റ് ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ വണ്ടിയുടെ ഉൾവശത്തേക്കാണ് പോകുന്നത്. അതായത് ഡ്രൈവർ സീറ്റിൽ തുടങ്ങാം. നമുക്ക് ഡ്രൈവർ സീറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹൈ ക്വാളിറ്റിയോടുള്ള ഒരു ഡ്രൈവർ സീറ്റും പിന്നെ ഒരു സുരക്ഷിതമായിട്ട് ഇരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോൾ തെറിച്ച് പോകാതിരിക്കാൻ ഒരു സീറ്റ് ബെൽറ്റ് അവർ ഇതിന് നൽകിയിട്ടുണ്ട്. ഇത്ര നല്ലൊരു ക്വാളിറ്റിയോടെയാണ് ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതെല്ലാം നല്ല ഒത്തിരി കട്ടിയില്ല പോലും ഒരു നല്ല പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ഒരു ഫ്ലോറാണ് ഈ കാണുന്നത്. ഇതെന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ആക്സിലേറ്ററാണ്. ആക്സിലേറ്റർ എന്ന് പറയുന്നത് ഇത് ചവിട്ടി കഴിഞ്ഞാൽ മൂവ് ചെയ്യും, അതിൽ നിന്ന് എടുത്ത് അപ്പോഴേ ബ്രേക്ക് ആവും. ഇതൊന്നും അല്ല, ഇതിൽ വേറെ ട്വിസ്റ്റും ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതാണ് ഈ വണ്ടിയുടെ ഓൺ സ്വിച്ച്. ഈ കാണുന്നതാണ് ഓൺ സ്വിച്ച്. പിന്നെ ഇപ്പുറം കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഞെക്കി കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് മൂവിങ് ആണ്. ഇത് റണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഇഷ്ടം പോലെ ഓടിക്കാം. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഫോർവേഡ്, സ്റ്റോപ്പ്, ബാക്ക്വേഡ് ഇങ്ങനെ 3 കിടക്കുന്നത്. ഇത് ഫോർവേഡ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകും.
സ്റ്റോപ്പ് കൊടുത്താൽ അവിടെ നിൽക്കും, ബാക്ക് കൊടുത്താൽ പുറകോട്ടും പോകും. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു സ്റ്റിയറിങ് എന്നാൽ പിള്ളേർക്ക് പറ്റിയും. ഇത് 3 വയസ്സിന് താഴെയുള്ള 3 വയസ്സിന് മുകളിലുള്ളവർക്കാണിത്. ഇത് നല്ലൊരു ഇത് പിടിക്കാനൊക്കെ ഒരു നല്ല സുഖമുള്ളൊരു സ്റ്റിയറിംഗ് ആണ് ഇവർ ഇത് നൽകിയിരിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ മറ്റേ എയർ ക്യാബിനുണ്ട്. ഇവിടെ ഒരു ചുമ്മാ ഒരു പേപ്പറിലൊട്ടിച്ചൊരു മീറ്റർ ഡിസ്പ്ലേ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് ഓഡിയോ പ്ലെയർ, ഡിജിറ്റൽ ഓഡിയോ പ്ലെയർ ആണ് ഈ കാണുന്നത്. ഇത് AUX മൈക്കിൻ്റെ ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ബാറ്ററിയുടെ ഉണ്ട് ഈ കാണിക്കുന്ന ബാറ്ററിയുടെ. ഇവിടെ നമുക്ക് പെൻഡ്രൈവും USB ഒക്കെ കുത്താനുള്ള പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് മാറി കഴിഞ്ഞ് ഇവിടെ സ്വിച്ചുകൾ കാണാം. ഇത് മ്യൂസിക് ഒച്ച കൂട്ടാനും പാട്ട് മാറ്റാനും കൂടാതെ പല മോഡിലും ഇടാനുള്ള സ്വിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് മ്യൂസിക്കിനായിട്ട് തന്നെ ഇതിനകത്ത് വരുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു സ്പീക്കറും വരുന്നുണ്ട് സൈഡിലായിട്ട്. അത് ഇത് തുറക്കണം കാണണമെങ്കിൽ. അത് കാരണം ഇതിന് ബോണറ്റൊന്നും തുറക്കാൻ പറ്റിയല്ലാത്ത കാരണം ഇതിപ്പം ഇതിനുള്ളിലാണ് ഇതിൻ്റെ സ്പീക്കർ വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഒരു വർക്കിങ്ങിലേക്കാണ് പോകുന്നത്. വർക്കിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഇവിടുത്തെ ഓൺ സ്വിച്ച് ഓൺ ആക്കണം. ഓണാക്കി കഴിയുമ്പോൾ നല്ലൊരു വണ്ടി റേസ് ചെയ്യുന്നൊരു സൗണ്ടും പിന്നെ ഈ ഫ്രണ്ടിൽ ഇവിടെ ഒരു ലൈറ്റും ഇൻഡിക്കേറ്ററായിട്ട് തെളിയുന്നുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഇപ്പോൾ റണ്ണിലാണ് കിടക്കുന്നത്. ഇതിപ്പോൾ സ്വാങ്ങിലേക്ക് കൊടുക്കുമ്പോൾ ഫ്രണ്ട് മുന്നോട്ടും പുറകോട്ടും പോകുന്നൊരു ഇതാണ്. അത് നമ്മൾ നേരെ റണ്ണിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പോയില്ല. ഇതിപ്പോൾ ഫോർവേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി മുന്നോട്ടാണ്. ഇത് കേട്ടോ, ആക്സിലേറ്റർ കൊടുക്കണം. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ പതിയെ മുന്നോട്ട് പോകും. പിന്നെ ബാക്ക്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്വേഡിലേക്കും പോകും. ഇതാണ് ഇതിൻ്റെ ഒരു ഇത് വന്നിരിക്കുന്നത്. ഇനി ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിനി റിമോട്ട് വരുന്നുണ്ട്. ഈ റിമോട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൊത്തം കൺട്രോൾ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ റിമോട്ട് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫോർവേഡ് സ്വിച്ച്. ഇത് ഫോർവേഡ് ഞെക്കി കഴിയുമ്പോൾ വണ്ടി മുന്നോട്ട് പോകും. ഇത് ബാക്ക്വേഡ് സ്വിച്ച്, ബാക്കിലേക്ക് പോകും. ഇത് സ്റ്റിയറിംഗ് കൺട്രോളറാണ്. നല്ല അടിപൊളി കൺട്രോളിംഗ് ഉള്ള റിമോട്ടാണിത്. ഇതെന്ന് പറയുന്നത് ഓരോ മോഡ് മാറ്റുന്നതാണ്. ഓരോ മോഡിലേക്ക് മാറ്റി ഇടാം. പിന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോന്നാണ് ഇതിൽ തന്നിരിക്കുന്നത്. ഈ നടുക്കത്തെ സ്വിച്ച് ഞെക്കി ഇപ്പോൾ ഇത് ബ്രേക്കാണ്, അനങ്ങിയല്ല. ബ്രേക്ക് നോക്കിയാലും അനങ്ങിയല്ല. അത് കണ്ടോ, ആക്സിലേറ്റർ കൊടുത്താലും അനങ്ങിയല്ല. ബ്രേക്കിൽ നിന്ന് മാറ്റിയിട്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഇത് തന്നെ മൂവ് ആവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇത്. ഇതിൽ ഏകദേശം ഒരു 30 കിലോയോളം ഭാരം വഹിക്കാൻ ഈ വണ്ടിക്ക് സാധിക്കും. ഇതിൻ്റെ ചാർജിങ് പോർട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടുത്തെ ഇതിൻ്റെ ഇവിടെ ഒരു പിന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ചാർജറും അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. നമ്മൾ വേറെ സെപ്പറേറ്റ് വാങ്ങേണ്ടതായിട്ടൊന്നുമില്ല. ഇവിടെ ഒരു ചാർജിൻ്റെ ഒരു പോർട്ടാണ്. ഇതിലാണ് ഇത് 2 ബാറ്ററിയും ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത്രയാണ് ഈ വണ്ടിയെക്കുറിച്ച് പറയുവാനുള്ളത്. ഇനി ഇതിൻ്റെ ലോഡ് ഒരാളെ ഈ റിമോട്ട് കൺട്രോളും കൊണ്ട് ആണ് ഓടിക്കുന്നത്.